ഹായ് ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു മോദക്കറിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ 1 കിലോ മോദ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ശകലം കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ഒന്ന് വാടിയിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതിനും പറഞ്ഞു നമുക്കതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറാണ്. തീ കുറച്ചിട്ടിട്ട് നമുക്ക് മസാലകളെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലകളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. മൂത്ത ഒരു മണം വന്നിട്ടുണ്ട്. വെളിയിൽ ഭയങ്കര മഴയാണ്, അതാണ് സൗണ്ട് കേൾക്കുന്നത്. നമുക്കതിലേക്ക് പുളി കഴുകി വെള്ളത്തിലിട്ടിരിക്കുന്നതാണ്. അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ കഷ്ണം അതിലേക്ക് പറക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ കഷ്ണം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പിലേക്ക് മാറ്റാം. അടുപ്പിൽ കൊണ്ടുവച്ച് ഞാൻ കുക്ക് ചെയ്തിട്ട് വരട്ടെ. അങ്ങനെ നമ്മുടെ മീൻ കറി വെന്ത് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയോടെ ചേർത്ത് കൊടുക്കാം. ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മോദക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ നിർത്തി അടച്ച് വയ്ക്കാം. ഞാനിപ്പോൾ തീ നിർത്തിയതാണ്. ചട്ടിയുടെ ചൂട് കാരണമാണ് ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു.